Good morning, students. So next we are going to study the two techniques of network diagram. In the last classes we came to know about the different types of network diagram, special case, dummy case, etc. അപ്പോൾ നിങ്ങളിപ്പോൾ എക്സ്പേർട്ടായി മാറി ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളത്. Now the next is what is the use of this network diagram? എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. So network diagram construct ചെയ്യുന്നത് mainly used for two techniques. The first technique is critical path method. CPM എന്ന് പറയും. CPM stood for critical path method. ആ പേര് തന്നെ കേൾക്കുമ്പോൾ അറിയാലോ അല്ലെ, ക്രിട്ടിക്കൽ പാത്ത്. ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പാത്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ദ റെസ്റ്റ് ഓഫ് ദ തിങ് വിൽ ബി ഈസിയർ ഫോർ യു. നമ്മുടെ റിയൽ ലൈഫിലും നമ്മൾ അങ്ങനെ എടുക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെയാണ് നെറ്റ്വർക്ക് ഡയഗ്രാം. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ആപ്ലിക്കേഷൻസിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിന്റെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഇങ്ങനെയായിരിക്കും. സംടൈംസ് അല്ലെങ്കിൽ എങ്ങനെ വരും എന്നുള്ളതും കൂടി ഞാൻ പറയാം. സോ ദിസ് ഇസ് യുവർ ക്വസ്റ്റ്യൻ. എ പ്രോജക്ട് ഷെഡ്യൂൾ ഹാസ് എ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, ബിക്കോസ് whenever we construct the network diagram, ഇതുപോലെ ആക്ടിവിറ്റി ടൈം തന്നാൽ you know how to construct the network diagram. That itself is your first question. നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ if it is a 15 mark question, you will be getting a 3 marks. അത്ര മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ ആയാലോ, ദാറ്റ് മീൻസ് നെറ്റ്വർക്ക് ഡയഗ്രാം ഓക്കെ ആയാൽ മാത്രമേ ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞിട്ടുള്ളത് കമ്പ്യൂട്ട് TE ആൻഡ് TL ഫോർ ഈച്ച് ഇവന്റ്. ഈ TE ആൻഡ് TL എന്താന്ന് വെച്ചാൽ ഏർലിയസ്റ്റ് ടൈം ആൻഡ് ലേറ്റസ്റ്റ് ടൈം. അതിന്റെ തിയറി പാർട്ട് ഞാൻ തരാം. ഓരോ പ്രോജക്റ്റിനും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റിക്കും ഏർലിയസ്റ്റ് ആയിട്ടുള്ള സമയമുണ്ട്, അതേപോലെ ലേറ്റ് ആയിട്ട് ചെയ്യുന്നത് കാര്യങ്ങളുണ്ട്. അത് കണ്ടുപിടിക്കാൻ കാൽക്കുലേഷൻസ് ഐ വിൽ ഷോ യു ടുഡേ. ദെൻ നെക്സ്റ്റ് ഇസ് EST, EFT, LST, LFT വാല്യൂസ്. അതിൻ്റെ അർത്ഥം ഈ TE എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ EST സ്റ്റാൻഡ് ഫോർ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, EFT ഫോർ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, LST ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. കണ്ടോ, ഈ എല്ലാ വാല്യൂസും കാണാം. ഫൈനലി അവർ ടെക്നിക് എന്താണ്? ഫൈൻ ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുന്നു. ആഫ്റ്റർ ദാറ്റ് പ്രോജക്ട് ഡ്യൂറേഷൻ എന്താണ്. അപ്പൊ ഈ ഒരു ക്രിട്ടിക്കൽ പാത്ത് കാണണമെന്നുണ്ടെങ്കിൽ ഈ മൂന്നെണ്ണം കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ, അല്ലാതെ നമുക്ക് പറ്റില്ല. അപ്പൊ സംടൈംസ് യു ക്യാൻ സീ ദ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ, സംടൈംസ് ഈ ഒരൊറ്റ ക്വസ്റ്റ്യനേ വരുള്ളൂ. ആ ക്വസ്റ്റ്യൻ കാണണമെന്നുണ്ടെങ്കിൽ ഇത് മൂന്നും കണ്ടുപിടിച്ചാലേ സാധിക്കുള്ളൂ എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യണ്ട. സംടൈംസ് ഓൺലി ദ ക്രിട്ടിക്കൽ പാത്ത്. ദർ ഓൾസോ യു ഹാവ് ടു കാൽക്കുലേറ്റ് ഓൾ ദ തിങ്സ്. ഓക്കെ, ഇനി ക്രിട്ടിക്കൽ പാത്ത് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, yes, so you can see different path 1 to 6 വരെ എത്താനുള്ള show you one more thing. Okay, so you can see different path 1 2 4 6 1 3 6 1 4 6. all the nodes are starting from 1 and your destination node is 6. അപ്പോൾ അതിലൊക്കെ ഓരോ ടൈം ഡ്യൂറേഷൻ ഉണ്ട്. നമുക്ക് എത്രയും നോക്കാം അല്ലേ. ഫസ്റ്റ് പാത്തിൽ it takes 6 hours, second path 5 hours and third path 7 hours. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ലോങ്ങസ്റ്റ് ഡ്യൂറേഷൻ എവിടെയാന്ന് നോക്കാം. ലോങ് എന്ന് പറയുമ്പോൾ ഈ നീളം അല്ല നിങ്ങൾ നോക്കേണ്ടത്, സമയം നോക്കാം. 6 5 7 അതിലെ ലോങ്ങസ്റ്റ് ഡ്യൂറേഷൻ ഏതാ? 7. സോ 7 is your critical path. കേട്ടോ, 1 4 6 ആണ് ക്രിട്ടിക്കൽ പാത്ത്. അതിൽ വരുന്ന ആക്ടിവിറ്റീസ് ആരൊക്കെയാണ്? 1 4 6. ഈ 1 4 6 ആണ് നിങ്ങളുടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളൊരു വലിയൊരു പ്രോബ്ലത്തിൽ നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ഇതാണ്. ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു കൺസ്ട്രക്ട് ദ നെറ്റ്വർക്ക് ഡയഗ്രാം ഹിയർ. ആദ്യത്തെ ഏതാ? 1 to 2. 1 to 2 എത്ര നേരം? 4 hours. Then 1 to 3 it is 1. 2 to 4 it is 1. 3 to 4 3 to 4 3 and 4 already in the 3 to 4 it is 1. 3 to 5 3 to 5 let it be here. 3 to 5 takes 6 hours. Okay, then 4 to 9 4 to 9 it takes 5 hours. 5 to 6 5 to 6 it is 4. 5 to 7 5 to 7 8 hours.
then 6 to 8. 6 to 8 it is 1. Then 7 to 8. 7 to 8 it is 2. 8 to 10. 8 to 10 it takes 5 hours. And finally 9 to 10 it is 7 hours. So shape in a so we constructed the network diagram so far. This network diagram. You will be getting 3 marks. പക്ഷേ ബാക്കിയുള്ളതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ നെറ്റ്വർക്ക് ഡയഗ്രത്തിലൂടെയാണ് ബാക്കി എല്ലാ കാൽക്കുലേഷൻസും ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് വാട്ട് വി ക്യാൻ സ്റ്റഡി ഇസ് TE. TE stand for what? Earliest time. അല്ലേ? Earliest time TE എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനൊരു ഫോർമുല ഉണ്ട്. ദാറ്റ് ഇസ് EJ is equal to maximum of EI plus TIJ. അതായത് വേറൊന്നുമില്ല, പ്രോബ്ലം വരുമ്പോൾ ഇച്ചിരി ക്ലിയർ ആവും. EJ എന്ന് പറഞ്ഞാൽ എന്താ? നെക്സ്റ്റ് ഇവന്റ് കാണണമെന്നുണ്ടെങ്കിൽ I എന്ന് പറയുന്നത് എന്താ? ജെക്ക് മുന്നേ ഉള്ളതല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഇവന്റ് കാണാൻ അതിന്റെ പ്രീവിയസ് ഇവന്റ് പ്ലസ് ദ ടൈം ഡ്യൂറേഷൻ, ഐന്ന് ജെയിലേക്ക് എത്താനുള്ള ടൈം ഡ്യൂറേഷൻ TIJ എന്ന് പറയും. പിന്നെ മാക്സിമം എന്താ വരുന്നതെന്നുള്ളത് ഞാൻ പ്രോബ്ലത്തിൽ കാണിച്ചു തരാം. സോ ടോട്ടൽ ഹൗ മെനി നോട്ട്സ് വി ഹാവ്? E1 to E10 വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഏർലിയസ്റ്റ് ടൈം കാൽക്കുലേഷൻ ചെയ്ത് തുടങ്ങാം. ആദ്യം വി സ്റ്റാർട്ട് ഫ്രം E1. E1 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് നോഡ് അല്ലേ, പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട, ഇറ്റ് ഇസ് 0. E2 കാണാനായിട്ട് ഫിഗറിലോട്ട് നോക്കാം. E2ന്റെ പ്രീവിയസ് നോഡ് ഏതാ? എവിടെന്നാ വരുന്നത്? E2 1 എന്നല്ലേ. സോ E1 എത്ര നേരം എടുത്തു? 4 hours. സോ ഇറ്റ് ഇസ് E1 plus 4. E1 plus 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1 പ്രീവിയസ് സ്റ്റെപ്പ് നമുക്ക് കിട്ടിയിട്ട് 0. 0 plus 4 is equal to 4. ഓക്കെ, നെക്സ്റ്റ് ഇസ് വാട്ട്? E3 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഈ 3ക്ക് മുമ്പ് 2 എന്നുള്ളത് അങ്ങനെയല്ല എടുക്കേണ്ടത്. ഫിഗർ നോക്കാം. 3 എവിടെന്നാ വരുന്നത്? 3യുടെ പ്രീവിയസ് ഇവന്റ് ആരോ എവിടെന്നാ വരുന്നത്? 1ൽ നിന്നും. സോ E1 plus 1. What is your E1 value? ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് 0. 0 plus 1 is equal to 1. Okay. Next is what? E4 ഒന്ന് നോക്കിക്കേ. We have 2 sources. Either from 2 or from 3. ഇതിൽ ആര് എന്നുള്ളതാണോ കൺഫ്യൂഷൻ വന്നു അല്ലേ? നേരത്തെ ഇത്ര നേരം ചെയ്തപ്പോൾ ഓരോ ആരോയെ ഉണ്ടാവും. 4ലേക്ക് നോക്കിയാൽ 2 ആരോസ് ഉണ്ട്. അപ്പം അങ്ങനെ ഓപ്ഷൻ വരുമ്പോഴാണ് യു ആർ യൂസിങ് ദിസ് മാക്സിമം എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമുല എന്തോരം നോക്കിക്കോ കേട്ടോ. മാക്സിമം ഓഫ് either E2 or from E3. 2 എന്നാണെങ്കിൽ 1 hour, 3 എന്നാണെങ്കിലും 1 hour. ഇനി നോക്കിക്കേ, മാക്സിമം ഓഫ് E2 എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 4. കണ്ടോ? 4 plus 1 is equal to 5. അതേപോലെ E3 എത്രയാണ്? 1 ആയിരുന്നു. 1 plus 1 is equal to 2. അപ്പോൾ ഇതിന്ന് ആരെടുത്തു? 5. മാക്സിമം വന്ന 5 എടുത്തു. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇസ് വാട്ട്? E5 എന്ന് പറയുന്നത് നോക്കിക്കേ. 5 എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്? 3ൽ നിന്നും. സോ ഇറ്റ് ഇസ് E3 plus 6. What is your E3 value? It is 1. അപ്പോൾ 1 plus 6 is equal to 7. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത ആരാണ്? E6 ഒന്ന് നോക്കിക്കേ. എവിടെ നിന്നാണ് വരുന്നത്? 5ൽ നിന്നും അല്ലേ. സോ E5 plus 4. What is your E5 value? It is 7. അപ്പോൾ 7 plus 4 is equal to 11. Okay. Next is what? E7 എവിടെയാ? നോക്കിക്കേ. 7. E5 എന്നാ വരുന്നത്. എത്ര ടൈം ഡ്യൂറേഷൻ ഉണ്ട്? 8 അല്ലേ. സോ E5 plus 8. E5 എന്ന് പറയുന്നത് എന്താ? ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് 7. 7 plus 8 is equal to 15. Okay. Next is what? E8. E8ന്റെ again 2 choices is coming. 8ലേക്ക് 2 ആരോസ് വരുന്നുണ്ട്. ഒന്ന് അപ്പോൾ മാക്സിമം എടുക്കുക. മാക്സിമം എടുത്തിട്ട് എന്തൊക്കെയാ നോക്കിക്കേ. ഒന്ന് E6 plus 1ഉം പിന്നെ ഒന്ന് E7 plus 2. അതായത് മാക്സിമം ഓഫ് E6 എത്ര കിട്ടിയ? 11. 11 plus 1ഉം E7 എത്രയാണ്? 15. 15 plus 2. അപ്പോൾ എന്തൊക്കെ കിട്ടി നമുക്ക്? 12ഉം കിട്ടി, 17ഉം കിട്ടി. ഏതെടുക്കും അതെന്ന്? ഇറ്റ് ഇസ് 17. 12ഉം 17ഉം വലുത് ഏതാണ്? 17 എടുത്തു. ഓക്കെ, അപ്പോൾ E8 കിട്ടി. നെക്സ്റ്റ് ഇസ് E9 എവിടെ നിന്നാണ് വരുന്നത് നോക്കിക്കേ. E4ൽ നിന്നും. കണ്ടോ? E9 4ൽ നിന്നാണ്. E4 plus 5. E4 എത്രയായിരുന്നു? ബാക്ക് പറയാം. E4 എത്ര കിട്ടിയത്? 5. അപ്പോൾ 5 plus 5 is equal to 10. ആൻഡ് ഫൈനലി E10 നമ്മുടെ ലാസ്റ്റ് ഡ്യൂറേഷൻ 10 എന്ന് നോക്കിക്കേ. എഗെയിൻ ചോയ്സസ് 2 പേര് വരുന്നുണ്ട്. ഒന്നുകിൽ 9 അല്ലെങ്കിൽ 8 എന്ന്. അപ്പോൾ നമുക്ക് മാക്സിമം കൊടുക്കാം അല്ലേ. മാക്സിമം E9 എന്നും വന്നിട്ടുണ്ട്, E8 എന്ന്. 9 എന്നാണെങ്കിൽ എത്ര നേരം എടുത്തു? 7 hours. E8 എന്നാണെങ്കിലോ 5 hours. അപ്പം മാക്സിമം ഓഫ് വാട്ട് ഈസ് യുവർ E9 വാല്യൂ? ഇറ്റ് ഇസ് 10. 10 plus 7 is equal to 17 വരും. E8 എവിടെ കിട്ടിയത്? അവിടെ 17 കിട്ടി നമുക്ക്.
17 plus 5 is equal to 22. ഇത് നേരെ എടുത്തു 22 എടുത്തു. കണ്ടോ, ഈ E10ന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. E10 22 എന്നും പറഞ്ഞ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് E10 എന്നാണ്. അപ്പോൾ ഇത്ര മതി ഇന്നത്തെ ദിവസത്തേക്ക്. ഏർലിയസ്റ്റ് ടൈം കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ലേറ്റസ്റ്റ് ടൈം. അപ്പം ഞാൻ 0 എന്ന് തുടങ്ങി പണിയെടുത്ത് എവിടെ വരെ എത്തി? 22ാമത്തെ ദിവസം വരെ എത്തി. ഓക്കെ, അത്ര മാത്രം മനസ്സിലാകും. ദാറ്റ്സ് ഓൾ. താങ്ക് യു.